ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ കൊറോണയെ പേടിച്ചിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ നമ്മൾ സെൽഫായിട്ട് ഒരു ക്വാറൻറ്റൈൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളുടെ ഫാമിലി ടൈമാണിത്. നമ്മുടെ ഫാമിലിയായിട്ട് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ടൈമാണ്. മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. ഇന്ന് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി എൻ്റെ കുറച്ച് ബ്രദേഴ്സും കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. ഇതുവരെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കല്ല കുക്ക് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ എല്ലാവരുടെ ചേർന്നിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. നമ്മൾ ഫാമിലി ടൈം ആയതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞങ്ങൾ 6 കിലോ ചിക്കനാണ് വാങ്ങിയത്. അതായത് 6 കിലോയുടെ കോഴിയുടെ ചിക്കൻ ഏകദേശം ഒരു 3.5 കിലോയോളം കാണുമായിരിക്കാം. അപ്പോൾ അത് നമ്മൾ ബാർബിക്യൂവിന് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്ത് വാങ്ങാനായിട്ട്. മാക്സിമം നമ്മൾ വാങ്ങുമ്പോൾ സ്കിന്നുള്ള ചിക്കൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രിൽഡ് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നുള്ള ചിക്കൻ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഈ ഗ്രില്ലടിക്കാനായിട്ട് സ്കിന്നുള്ള ചിക്കൻ കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് സ്കിന്നില്ലാത്ത വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് സ്കിന്നുള്ള ചിക്കനാണ്. പിന്നെ ചെറിയ പീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. ഇപ്പോൾ ഈ ചിക്കന് ഒരുവിധമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് സമയം നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നെകയ്ക്ക് നമുക്ക് വെള്ളം നിർത്തി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഒന്ന് ക്ലീനായി വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞങ്ങൾ 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, വലിയ 3 കുടം. അപ്പം നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. അതുപോലെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ കിച്ചണിനകത്തുള്ള വീഡിയോസാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തിട്ടാണ് ഈ ബാർബിക്യൂ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പുറത്താകുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ വെളിയിലാക്കി. വെളിയിലാകുമ്പോൾ എല്ലാവരും കൂടെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞങ്ങൾ ഒരു കല്ല് വെച്ചിട്ട് ഇടിച്ച് ചതച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നത്. ഇന്നെന്തായാലും പുറത്തായതുകൊണ്ട് മിക്സിയും ഞങ്ങളങ്ങ് ഉപേക്ഷിച്ചു. നമ്മൾ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊരു സൈഡ് നടന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ഈ ചിക്കൻ വാർന്നതിനെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വരയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. ഇതേ രീതിയിൽ നമ്മൾ എല്ലാ പീസുകളും ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക. ഓവറായിട്ട് വരയരുത്. വരഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ പൊടിഞ്ഞു പോകും അത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും എല്ലാവരും കൈക്കണക്കാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടീസ്പൂൺ കണക്കെന്ന് പറയാം. പെരുംജീരകം 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല 3/4 ടീസ്പൂൺ. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഈ എരിവൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് മാത്രമാണിത്. വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഒരു കാരണവശാലും അളവ് കുറയ്ക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതോടൊപ്പം നമുക്ക് 2.25 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കല്ലിൽ ചതച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കത്തില്ല, അതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഓരോ 2-3 കഷ്ണങ്ങൾ ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറേശ്ശെ ചിക്കൻ ഇടുക, ഇത് കുറേശ്ശെ അരപ്പിടുക, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ ഒരു 1/4 കപ്പ് തൈര് കൂടി ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുകയാണ്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കരിയെ നമുക്ക് നല്ലൊരു കനലാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇതുപോലൊരു സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഈ ബാർബിക്യൂ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ മുഖത്തൊരു ഗ്രില്ലുണ്ട്. അപ്പോൾ ഗ്രില്ല് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കനൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു ചിരട്ട വെച്ചിട്ടുണ്ട്. ഈ ചിരട്ടയിലേക്ക് ഞങ്ങൾ കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഈ കരിയിലോട്ട് തീ പിടിപ്പിക്കുന്നത് നല്ലൊരു പണിയാണ്. ഒരു 1/4 മണിക്കൂറെങ്കിലും വേണം ഈ ഒരു തീ ഒന്ന് സെറ്റായി വരാനായിട്ട്. ആ തീ നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കനലാവും. കനലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കത്തിക്കാൻ വേണ്ടി ശ്രമത്തിലാണ്. ഇപ്പം നേരെ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തേക്കുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ ഈ ഒരു ബാർബിക്യൂ റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു തീ ഒന്ന് പിടിച്ചു വരുന്നതേ ഉള്ളൂ. വീശി ഒരുവിധം കനലൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ചിക്കന് നമ്മൾ 2 മണിക്കൂർ കൂടുതലായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു ഗ്രില്ലിനകത്തോട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നടുക്കി വെക്കാം. അപ്പോൾ ഗ്രില്ല് താഴെ വെക്കാതെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രില്ല് വെച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ ചിക്കൻ നമ്മൾ വെക്കുമ്പോൾ താഴ്ഭാഗത്ത് തട്ടമൊന്നുമില്ല. ഈ രീതിയിലൊന്ന് നിരത്തി വെക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടിയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ ഒരു പരുവം നല്ല കറക്റ്റ് ആയിരിക്കും. നല്ല കുരുമുളക് ഇങ്ങനെ കുറച്ച് മുന്തി വെക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മസാലകൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. കുറച്ചുകൂടെ വലിയ പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നാലും ഓവറായിട്ടുള്ള വലിയ പീസ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ ഈ ഒരു പാകം നന്നായിരിക്കും. ഇതുപോലെ ഇതിന് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഒരു ലോക്കുണ്ട്. ഈ ലോക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കനോടെ ഫിറ്റായിട്ടിരിക്കും. ഇനി നമുക്കിത് ആ ഒരു കനലിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഇത് കനലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ഫാസ്റ്റായിട്ടാണ് ഇത് കുക്കാവുന്നത്, കാരണം നല്ല ചൂടാണ് കനലിന്. ഫാസ്റ്റായിട്ട് ഒരു സൈഡ് മൊരിയും. അപ്പോൾ നമുക്കിത് തിരിച്ച് വെക്കാം. തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൊരിയുന്ന സമയത്ത് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു മണവും കൂടെ വരും. ജസ്റ്റ് അത് നിർബന്ധമില്ല, എന്നാൽ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. അതുപോലെ ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുക്കുക. ഒരു ചെറിയൊരു ജ്യൂസി ഒരു ഫോം അതിന് ആ ഒരു മീറ്റിലുള്ള സമയത്ത് വേണം നമ്മൾ ശരിക്കും അതാണ് അതിൻ്റെ ഒരു പാകം. ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ നമ്മളുടെ ക്ലിയർ ആയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഏകദേശം ഒരു 20 മിനിറ്റിനകത്ത് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണിത്. അതായത് അടുത്ത സ്റ്റേജ് നമ്മൾ വെച്ച് കൊടുത്തതാണ്. ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച രീതിയിൽ ഇടയ്ക്ക് ബട്ടറോട് കൂടെ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഇത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ. അതിൻ്റെ വേവ് ഞാനൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് ആ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട്
ഈ നന്നായിട്ട് ആ ഗ്രില്ലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിടണം. നല്ല ചൂടാണ് സംഭവം, ഗ്രില്ല് നല്ല തിളച്ചിരിക്കുക. അപ്പോൾ കൈ കൊള്ളാതെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഇതുപോലെ നമുക്കൊരു കമ്പിയോ മറ്റോ വെച്ചിട്ട് ഓരോ പീസും കുത്തിയെടുക്കാവുന്നതാണ്. അഭിപ്രായം പറയടാ കഴിച്ചിട്ട്. ഹലോ ചുമ്മാതോ? ആ അത് കുറച്ച് ഹാർഡായി പോയില്ലേ, വെന്ത് പോയി. ശാലുക എങ്ങനെയുണ്ട്? ക്രിസ്പി ആതായിരിക്കും ഇഷ്ടപ്പെട്ടെ. പിന്നെ പറയാനുണ്ടോ താങ്കൾക്ക്? ഒരെണ്ണം മതിയില്ലേ, ഒരെണ്ണം ഇട്ടാ മതി. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതിൽ നല്ലത് മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബാർബിക്യൂ ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ സെക്ഷൻ നന്നായിട്ട് മൊരിഞ്ഞു. രണ്ടാമത് വെച്ച സെക്ഷൻ കറക്റ്റ് ഒരു ഫോമിൽ തന്നെ കിട്ടി, ഒരു ജ്യൂസി ഒരു ഫോമിൽ തന്നെ കിട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മൾ കാരണം മറ്റൊരാൾക്ക് അസുഖം വരാനോ ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ സ്വയം സംരക്ഷിക്കുക, നമ്മുടെ നാടിനെ സംരക്ഷിക്കുക. ബി സേഫ്. ഓക്കെ, ബൈ ബൈ.